ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കന്നഡ മല്ലു ഫുഡ് അണ്ടർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായ വ്യത്യസ്തമായ ഒരു ചവ്വരി പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ബാംഗ്ലൂർ സ്പെഷ്യലാണ്, ആരും മിസ് ചെയ്യരുത്. ഇതിനായി നമുക്ക് വേണ്ടത് 150 ഗ്രാം ചവ്വരി. ഇത് നൈലോൺ ചവ്വരിയാണ്. സാധാരണ രീതിയിൽ വരുന്ന ആ വൈറ്റ് കളർ വലിയ മണിയല്ല, ഇത് വളരെ ചെറിയ മണിയാണ്. നൈലോൺ സാബുദാന എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ടത് 1.5 ലിറ്റർ പാലാണ്. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പാലാണ് നന്ദിനി മിൽക്ക്. അപ്പോൾ അതിൻ്റെ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും നല്ല ഗുഡ് ഫാറ്റ്, നല്ല കട്ടിയുള്ള പാൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന രീതി, ആദ്യം സ്റ്റവിൻ്റെ മുകളിൽ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഞാൻ പാൽ ബാച്ച് വൈസാണ് ഒഴിക്കുന്നത്, കാരണം 1.5 ലിറ്റർ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ തിളയ്ക്കാൻ സമയം എടുക്കും, അതേ രീതി അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് 1/2 ലിറ്റർ തിളയ്ക്കുമ്പോൾ അങ്ങനെ ബാച്ച് വൈസായിട്ട് ആക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി നല്ല രീതിയിലെടുത്ത് കഴുകി 2-3 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാൽ തിളയ്ക്കും, അത്രയും സമയം മതി. അപ്പോൾ ആ പാൽ തിളച്ചതിന് ശേഷം ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഊറ്റിയിട്ട് നമുക്ക് ചവ്വരി പാലിനകത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കട്ട പിടിക്കാണ്ട്, ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇളക്കി ചേർക്കണം. ഈ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ ആ ചവ്വരി വെന്ത നമുക്ക് ഫീൽ ആവും. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെന്ത ഫീൽ ആവും. വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മൂടി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു 50 ml നെയ്യ് എടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കശുവണ്ടി മുന്തിരിയാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് റോസ്റ്റ് ആവട്ടെ. റോസ്റ്റായി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കോവ. ഇവിടെ നമുക്ക് കോവ എന്നാണ് പൊതുവേ വിളിക്കുന്നത്. നാട്ടിൽ അതിനെ പേട എന്നും പറയും. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ ദയവീത് അറിയിക്കുക. അപ്പോൾ കോവ ഇതിനകത്തിടുക. ടോട്ടലായിട്ട് 250 ഗ്രാം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോവ മെൽറ്റ് ആവാനുള്ള ടിപ്സാണ്. ആ 250 ഗ്രാമിൽ പകുതി പഞ്ചസാര ഇതിനകത്തിടുക. അപ്പോൾ പെട്ടെന്ന് ആ കോവയും ആ ഡ്രൈ ഫ്രൂട്ട്സും പഞ്ചസാരയൊക്കെ മിക്സായി കട്ടയൊന്നും ഇല്ലാണ്ട് കുറുക്ക് രീതിയിലായി കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളേ, ഓക്കെ, കാരണം കോവ ഇടുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമ്മൾ പുറത്ത് ഇളക്കി പിന്നെ ലോ ഫ്ലെയിമിൽ സ്റ്റൗമ്മ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു കുറുക്ക് രീതിയിലാവും. ഇപ്പോൾ കാണാം, നമുക്ക് പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒരു ലെവലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പാലും പിന്നെ ചവ്വരിക്കകത്ത് ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും മിക്സ് ആക്കണം, കാരണം ഇത് ചവ്വരി വേവുമ്പോൾ അതിങ്ങനെ ഒരു തിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാ രീതിയിലും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി ലൂസാവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് മിക്സ് ആക്കിയതിന് ശേഷം ആ പാത്രത്തിൽ വരുന്ന ബാക്കിയുണ്ടല്ലോ അത് കളയാണ്ട് ഒന്നുകിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ നല്ല തിളപ്പിച്ച പാലോ അതിൻ്റെ കൂടെ മിക്സ് ആക്കുക. കാരണം ഇപ്പോൾ ഓൾറെഡി ആ ചവ്വരി കട്ടിയുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ ഗ്ലാസ് അതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ആ വേസ്റ്റേജ് ഒന്നും പോകാത്ത രീതിയിൽ ഒരു പരുവത്തിലാക്കുക. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാൻ 1 ടിൻ മിൽക്ക് മെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെ ഫ്ലേവർ തരും. ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതില്ലെങ്കിലും നിങ്ങൾക്ക് പഞ്ചസാരയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല, മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല. പക്ഷേ മിൽക്ക് മെയ്ഡ് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ ഇളക്കിയ നമ്മുടെ രുചികരമായ ചവ്വരി പായസം റെഡി. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഈ രീതിയിലായിരിക്കും ആ പായസം വരുന്നത്. വളരെ രുചികരമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവീത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക.